പിന്നെ അതുപോലെ റിനി നമ്മുടെ വെളിയം എന്ന് പറയുന്ന ചെറിയൊരു ഉൾഗ്രാമമാണ്. അതിനകത്ത് മാലയിൽ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കുറച്ചുകൂടി ഉള്ളിലോട്ടുള്ള ഗ്രാമമാണ്. അവിടെ ജനിച്ചിട്ട് വളർന്നതൊക്കെ ഇങ്ങോട്ടേക്ക് ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ജനിച്ചിട്ട് വളർന്നത് ഞാൻ വളർന്ന അവിടെ 10th വരെ അവിടെ തന്നെ. +1 +2 ആയപ്പോഴാണ് ഞാൻ ഈ മംഗല്യപ്പട്ട് കറുത്തമുത്ത് അത് ചെയ്യുന്ന സമയത്താണ് ഞാൻ +1 പഠിക്കുന്നതാണ് ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. അപ്പോൾ +1 ടൈമിലാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്ന് ആ അത്രയും ഒരു ഉൾപ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഉള്ളൊരു ചേഞ്ചസ് എന്തൊക്കെയുണ്ട്? കാര്യം അവിടെ നമുക്ക് അധികം മോഡേൺ ആവാൻ പറ്റത്തില്ല. മോഡേൺ ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവിടുന്ന് മാറിയുള്ള ചേഞ്ചസ് എങ്ങനെയുണ്ട്? അതിപ്പോൾ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്തായാലും ഗ്രാജുവലി അവിടെ നിന്ന് മാറിയപ്പോൾ അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും പറയാനില്ല. കാര്യം എന്താണെന്നറിയോ, ഇപ്പം നമ്മളിപ്പോൾ അന്ന് ഞാൻ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് 14-15 10th കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. ആ സമയത്തും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് പോലും അങ്ങനെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ട് അങ്ങനെ എനിക്ക് പിന്നെ മനസ്സിലായി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോഴും അവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചുകൂടി ഒന്ന് അങ്ങനെ തന്നെ നിന്നേനെ. ഇപ്പം ഇവിടെ വന്നിട്ട് എന്താ പറയുക കുറച്ചുകൂടെ വേറൊന്നുമല്ല, ഒരു സൗണ്ട് കേട്ടാൽ നമ്മുടെ കൺട്രോളർ ആനന്ദൻ അവിടെ കിടന്ന് അലറിയതാ. വേറൊന്നുമല്ല അവിടെ കിടന്ന് അലറിയതാ. കാര്യം റിമി ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല റിനി, അതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ തിരിച്ച് അവിടേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞു ഇതിലാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ആൾക്കാരുടെ പ്രതികരണം, അതായത് നാട്ടുകാരുടെ സ്വീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും നല്ല കാര്യമാണ്, ഇഷ്ടമാണ്. എല്ലാവരും ചോദിക്കും ചെല്ലുമ്പോൾ ഇപ്പം ചെയ്യുന്ന വർക്കുകളെ പറ്റിയൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറയാറുണ്ട്. എല്ലാവർക്കും നല്ല കാര്യമാണ്. ഞാൻ പോവാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോവാറുണ്ട്. ഇല്ല, അവിടുന്ന് കുറച്ചും കൂടെ ഞങ്ങൾ മാലയിൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുനാൾ വെളിയത്തായിരുന്നു. മാലയിൽ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് വെളിയത്തേക്ക് വന്നു. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഞാൻ പണ്ട് താലപ്പൊലിയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ, മാലയിൽ അമ്പലത്തിൽ. അപ്പൊ കുഞ്ഞായിരുന്നപ്പോൾ അതേ ഉള്ളൂ. സംസാരം കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിലെ കൊച്ചു കുട്ടികൾ സംസാരിക്കുന്ന പോലെ കേട്ടോ ഉണ്ടോ എന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സംസാരമല്ല, കുറച്ച് ബോൾഡായിട്ട് വേണം സംസാരം. കുറച്ചും കൂടെ ഈ മെച്യൂരിറ്റി ആയിട്ടില്ല എന്ന് ആരെങ്കിലും പറയാം? അമ്മ പറയാറുണ്ട് മെച്യൂരിറ്റി ആയിട്ട്. എല്ലാവരും പറയുന്നത് അത് പേഴ്സണലി അല്ല, എല്ലാവരും കാണുമ്പോൾ പറയും നല്ല മെച്യൂർഡ് ആയി പറയും. പക്ഷെ അടുക്കുമ്പോ ഇല്ല. ഞാൻ കുറേ സംസാരങ്ങൾ കുറേ വാക്കുകൾ ചോദിച്ചു, എങ്കിൽ പോലും ഒരു സാധാരണ ഒരു കുട്ടികൾ സംസാരിക്കുന്നുള്ള സംസാരിച്ചോണ്ടിരിക്കും. ഒരാളല്ലേ ഉള്ളൂ? ചേച്ചിയുണ്ട്. ചേച്ചി എന്താ ചെയ്യുന്നത്? ചേച്ചി കല്യാണം കഴിഞ്ഞു, ഇവിടെ ടെക്നോ പാർക്കിലായിരുന്നു. ഇപ്പം വർക്ക് ഫ്രം ഹോമാ. ചേച്ചി ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, കൊല്ലത്താ. ചേച്ചിയൊക്കെ പറയാറുണ്ട് എന്റെ അനിയത്തി ഭയങ്കര സെലിബ്രിറ്റിയാണ്, ഇപ്പൊ ഉള്ളതാണ്ട് പാർവതി ചെയ്ത് 300 നിറവിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അവള് ഞാൻ എവിടെ പുറത്തു പോകുമ്പോൾ ഞാൻ മാസ്ക്, കൊറോണ വന്നതിന് ശേഷം മാസ്ക് വെച്ചിട്ട് പിന്നെ അതങ്ങ് ശീലമായി മാസ്ക് വെച്ചിട്ട്. അപ്പൊ അവള് എൻ്റെ അടുത്ത് പറയും മാസ്ക് വെച്ചോ. അങ്ങനെ എന്നെ സ്ക്രീനിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ആരും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുമൊന്നുമില്ല. മാസ്ക് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ അങ്ങനെ? ഉണ്ട്. ഈ കണ്ണൊക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ തന്നെ പുറമെ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവർ മാസ്ക് വെച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കണ്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അല്ല, പ്രത്യേകിച്ച് സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മുഖമല്ലേ, അമ്മമാരൊന്നും പെട്ടെന്ന് മറക്കത്തില്ല അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പാർവതി ചെയ്തിട്ടാണോ അതോ സ്റ്റാർ മാജിക് ചെയ്തിട്ടാണോ അതോ വേറെ ഏതെങ്കിലും കറുത്തമുത്ത് സീരിയൽസ് ചെയ്തിട്ടാണോ ഏറ്റവും കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഏതാണ്? അത് ആദ്യം കറുത്തമുത്ത്, പിന്നെ സ്റ്റാർ മാജിക് ചെയ്തതിന് ശേഷമാണ് കുറച്ചും കൂടി ഈ യങ്സ്റ്റേഴ്സ് പിന്നെ ആ ഒരു രീതിയിലേക്കും കൂടി ആൾക്കാരിങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയത്. മറ്റേ കറുത്തമുത്ത് കുറച്ചും കൂടി അമ്മമാർക്ക് ഇപ്പോഴും കാണുമ്പോൾ ബാലമോളല്ലേ ചോദിക്കും. ബാലമോൾ എന്നായിരുന്നു അതിലെ ക്യാരക്ടർ. ഇപ്പം ഒത്തിരി മെച്യൂരിറ്റി വന്ന കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സീരിയലിന് ശേഷം വന്ന് കാണും, പക്ഷേ ടൈം കൊണ്ട് കൊടുക്കത്തില്ലായിരിക്കാം അവിടെ ചെയ്യാനായിട്ട്. മറ്റ് സീരിയൽസിൽ അല്ലെങ്കിൽ മറ്റ് ചാനൽസിലെ കോളുകൾ വന്നിട്ടുണ്ടോ? സീരിയൽസ് മാത്രം ചെയ്യാനായിട്ടല്ല, ഇപ്പോൾ റിയാലിറ്റി ഷോസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, കുറേ ഷോസ് വരുന്നുണ്ട്, ഡാൻസിൻ്റെ ഷോസ് വരുന്നുണ്ട്, അതുപോലെ ബിഗ് ബോസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് ബിഗ് ബോസിലേക്കാണോ വന്നിട്ട് വിളിച്ചിട്ടുണ്ടോ? ഇപ്പോഴല്ല, ഒരു ടൈമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. സീസൺ 1, 2, 3 സീസൺ ഏത് സീസണാണ്? എനിക്ക് കൊറോണ ടൈമിലുള്ള ഒരു ഇതായിരുന്നു. അതായത് അത് 3 ആണത്. 2020 3 ആണത്. ആ സമയത്ത് വിളിച്ചു. പറഞ്ഞോ വിളിച്ചപ്പോ എന്താ? അല്ല, വിളിച്ചപ്പോ ഒന്നുമില്ല, ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്ര വലിയ സൂം മീറ്റിംഗ് ആയിരുന്നു അന്ന്. ആ ടൈമിൽ അങ്ങനെ മുന്നേ ഒക്കെ പോയി ഇന്റർവ്യൂസ് ആയിരുന്നു. ആ ടൈമിൽ സൂമിൽ ഇങ്ങനെ ഇന്റർവ്യൂസ് ആയിരുന്നു. അവർ കുറച്ച് ആക്റ്റീവ് ആണോ ചോദിച്ചപ്പോ അപ്പൊ ഇങ്ങനെ തന്നെ സംസാരിച്ചത്.
അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. അതെ അതെ കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആവണം. നമ്മളെ റബ്ബർ ബോൾ പോലെ ഇങ്ങനെ കുറിച്ച് ഇന്നാലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാൻ പോയി കഴിഞ്ഞാൽ അവര് പറയും പഴം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവര് പറയൂല, കമന്റ്സ് വരും. കമന്റ്സ്. ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? എന്ത് ഫുൾ അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഫുൾ നവംബർ 16 99 99 ആകുമ്പോൾ 25 വയസ്സാവുന്നു. 24 25 നവംബറിലാവും. ഇപ്പൊ 24 ഈ നവംബറിൽ 25 ആവും. അപ്പൊ എല്ലാവരുടെയും ഒരു ചോദ്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പറയാമോ? എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് ചോദിക്കുന്നത് 25 ഉള്ളൂന്നായിരിക്കും. അല്ല, അത് 25 ഉള്ളൂ എന്നുള്ളത് ചോദിക്കും, അത് സ്വാഭാവികം. അത് കൂടുതലുണ്ടെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അതല്ല ഞാൻ ചോദിച്ചത്. കോമൺ ആയിട്ടുള്ള ചോദ്യം എല്ലാവരും കാണുമ്പോൾ കോമൺ ആയിട്ടുള്ള ചോദ്യമുണ്ട്, പറയാമോ? എന്നെ കാണുമ്പോഴോ? 25 വയസ്സായ പെൺകുട്ടികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കല്യാണമാണോ ഉദ്ദേശിക്കണേ? അതാ ഇപ്പൊ എല്ലാരും തെറ്റിദ്ധാരണ ഇതാണ് കല്യാണം. ഇപ്പൊ അതല്ല ചോദിക്കുന്നത്, ജോലിയൊന്നും ആയില്ലെന്നാ ചോദിക്കുന്നത്. ജോലി ഉണ്ടല്ലോ. അല്ല, ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തെല്ലാം ഇതൊരു ജോലിയായിട്ട് അവർ കാണാറില്ല. അഭിനയം എന്ന് പറയുന്നത് അഭിനയിക്കല്ലേ, എന്താ ജോലി എന്നാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ച ആരെങ്കിലും ഉണ്ടോ? പിന്നെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നവർ വരെ പറയും വേറെ എന്തെങ്കിലും കൂടി ചെയ്യണ്ടേ. അപ്പം ഞാൻ ആലോചിക്കും, ഓക്കെ ചെയ്യാം, നമുക്കത് ചെയ്യാനുള്ള ഒരു അത്യാവശ്യം ഒരു എഡ്യൂക്കേഷൻ സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യാണ്, ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നാളെ ഇതില്ലാത്തപ്പോൾ നമ്മളൊരു ജോലിയിലേക്ക് ചെയ്യും. പക്ഷെ അവർ വിചാരിച്ചിരിക്കും ഇതിന് പൈസയല്ല, നമ്മളൊരു സെലിബ്രിറ്റി ലെവലിൽ ആണ് നിൽക്കുന്നതെന്നാണ് ചിലരുടെ വിചാരം. അത് മാത്രമല്ല, തീർച്ചയായിട്ടും സീരിയൽ എന്ന് പറയുന്നത് ഉപജീവന മാർഗം തന്നെയാണ്. എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന 4-5 പേരുണ്ട്. അവർ കാറും വീടും ഒക്കെ സമ്പാദിച്ചത് സീരിയലിലൂടെ തന്നെയാണ്. അല്ലേ, കറക്റ്റ് അല്ലേ? അങ്ങനെ ആരും സീരിയലിൽ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? റിനി എന്താണ് സംഭവിച്ചത്? ഞാൻ കാറെടുത്തു. കണക്കെടുക്കാൻ വന്നതല്ല. കാറെടുത്തു മീൻസ് അങ്ങനെ എനിക്കൊരു ബൾക്ക് എമൗണ്ട് കിട്ടി അപ്പൊ തന്നെ പോയിട്ടില്ല. ഏത് വണ്ടി എടുത്തേ? ഫുഡ് ഞാൻ എടുത്തിട്ട് കുറേ. ഞാൻ 18 വയസ്സായപ്പോൾ തന്നെ വണ്ടി എടുത്ത് പഠിച്ച് ഇപ്പൊ അത് കുറെ മീൻസ് 5 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നമ്മളൊരു BMW ഇല്ലില്ല. ഞാൻ EMI അടച്ചതിന്റെ അത്രയും കൂടെ കുറച്ചും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കുറേ നാളും ഇനിയിപ്പോൾ 5 വർഷം കൂടെ ഓടിക്കാം. കുറച്ച് നാളോടൊക്കെ ഫ്രീ ആയിട്ട് ഓടിച്ച് നശിപ്പിച്ചിട്ടൊക്കെ ഇപ്പൊ നമ്മുടെ സ്വന്തമായി. 5 വർഷം വരെ ഫിനാൻസ് കമ്പനിയോട് ഷെയർ ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പൊ സ്വന്തമായി. ഇനിയിപ്പം ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മീൻസ് ഇനി ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെ ഒന്ന് എന്നോട് ചോദിച്ചു എന്നുള്ളത്. അതുപോലെ എത്രാമത്തെ ഇന്റർവ്യൂ ആണിത്? അധികം കൊടുത്തിട്ടുണ്ടോ? അധികം അങ്ങനെ ഒന്നുമില്ല. ഞാൻ കറുത്തമുത്ത് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പിന്നെ ഈ അടുത്ത് അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഏത് കഥാപാത്രം ചെയ്യാനായിരിക്കും ഇനി എനിക്ക് കൂടുതൽ എനിക്കിങ്ങനെ എന്താ പറയാ, നമ്മൾ ഒരു കഥ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇന്ന ആൾക്ക് ആ ഒരു പ്രാധാന്യം വേണം, അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു സാധനം. അഥവാ ത്രൂ ഔട്ട് ഇല്ലെങ്കിലും അത് ആ ഒരു കഥയുടെ അതെ മെയിൻ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. 5 മിനിറ്റ് ആയാലും അത് ആൾക്കാർ ക്യാച്ച് ചെയ്യണം, മറക്കരുത്. തീർച്ചയായിട്ടും കഥാപാത്രം കിട്ടട്ടെ.